Ready. Good morning, my dear students. Good morning. ഞാൻ ഈ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലല്ലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ സ്റ്റുഡൻസ്. Good ഈ ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ അറിയോ? ഇതൊരു സൈൻ ലാംഗ്വേജ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന സൈൻ ലാംഗ്വേജ് ആണ്. ഇത് നമ്മുടെ കൂടെ വളരെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലേ. അപ്പം അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ സിനിമ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ബസ്സിൽ പോകുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവരവർക്ക് ലോകത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പുറത്തിരിക്കുമ്പോൾ നമുക്ക് ചിലർക്ക് സാധാരണ തോന്നുമായിരിക്കും, ചിലർക്ക് എന്താ വാവ് എങ്ങനെയെന്ന് തോന്നുമായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മളും കൂടെ എന്ത് ചെയ്യാൻ പഠിക്കുക. ആ വാവ് എന്ന് തോന്നുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കൂട്ടത്തിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, നമ്മുടെ കൂട്ടത്തിലേക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലേ. എന്ന് നമ്മൾ പറയുന്ന സാധനം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തിയറിയാണ്. എന്താണെന്നറിയോ? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. മാസ്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, ആ മനുഷ്യന്റെ മുഴുവൻ നാമം നോട്ട് ഇവിടെ ഉണ്ട്. അബ്രഹാം ഹാരോൾഡ് മാസ്ലോ. പറഞ്ഞേ, അബ്രഹാം ഹാരോൾഡ് മാസ്ലോ. അങ്ങനെ ഈ മാസ്ലോയ്ക്ക് ഇങ്ങനെ നോക്കിയിരുന്നപ്പം ഉണ്ടായി കഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കിയ തിയറിയാണ് എന്തെന്ന് പറയുന്നത്? മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. നീഡ് എന്താ നിങ്ങൾക്ക് അറിയാം, ആവശ്യമില്ല. ഹൈറാർക്കി എന്താന്ന് ആർക്കറിയാവുന്നത്? നിങ്ങൾക്ക് അറിയത്തില്ലേ? അതെ, വെരി ഗുഡ്. ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ. അപ്പൊ ഇവിടെ എന്തായിരിക്കും അവർ പറയുന്നത്? ഒരു ചെറിയൊരു ഓർഡർ ഉണ്ട് അല്ലെ. ഇവിടെ എന്തുണ്ടാ? ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാസ്ലോസിന്റെ നീഡ് ഹൈറാർക്കി തിയറിയില് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? പഠിക്കാൻ പോകും. 5 ഉണ്ടോ എഴുതി നോക്കി. 5 കണ്ടിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് താഴേന്ന് മുകളിലോട്ട് തന്നെ എങ്ങനെയാണ് കയറി പോകുന്നത്? ഇവിടുത്തെ ഒരു നീഡ് കഴിയാതെ ഇവിടെ ഒരു നീഡിലേക്ക് വരില്ല, അത് കഴിയാതെ ഇവിടെ ഒരു നീഡിലേക്ക് വരില്ല എന്നാണ് മൂപ്പര് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ മാറ്റി പറയും. ഇപ്പൊ നമ്മള് ആരെ ശ്രദ്ധിക്കണം? അബ്രഹാം മാസ്ലോയെ മാത്രം ശ്രദ്ധിക്കാൻ പാടില്ല. അപ്പൊ അതിനകത്ത് ഒന്നാമത് ഇറങ്ങി പറയുന്ന ഒരു നീഡ് ഇവിടെ കണ്ടാണോ നിങ്ങള്? ഒരാൾ ക്ലൈംബ് ചെയ്ത് പോകുന്നത്. അതിനകത്ത് അങ്ങനെ ആദ്യം ചവിട്ടിപ്പോയ നീഡ് ഏതാന്ന് നോക്കിക്കേ. ഫിസിയോളജിക്കൽ നീഡ്. എന്താടാ? ഫിസിയോളജിക്കൽ നീഡ്. ഞാൻ ഷോർട്ടിൽ എഴുതുന്നുള്ളേ. ഫിസിയോളജിക്കൽ നീഡാണ് എന്തെന്ന് പറയുന്നത്? ആദ്യം അങ്ങനെ ചവിട്ടി കയറി നീഡ്. അതെന്തായിരിക്കും? എന്തെങ്കിലും ഡല്ലായിട്ടിരിക്കില്ലേ? ഒന്ന് എഴുന്നേറ്റ് ദീർഘമായിട്ടൊന്ന് ശ്വാസം വലിച്ചേ. വിട്ടോ ഓക്സിജൻ ഇല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എന്താ എടുത്തത്? ഒന്ന് ഫ്രഷ് ആയോ? ഇപ്പൊ നിങ്ങൾ മരിച്ചുള്ളിലേക്ക് കയറ്റിയൊരു സാധനം എന്താ? ഓക്സിജൻ. ഓക്സിജൻ ആണെന്ന് ഉറപ്പുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഇപ്പൊ എന്താ? നമ്മള് എയർ. നമുക്ക് എന്താണ്? നമുക്കിപ്പൊ ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റുമോടാ? നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലാതെ നമ്മൾ പലരോട് പറയാറുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്ത് പറ്റില്ല? ശ്വസിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് നമ്മൾ എന്താടാ? ഒരു ബേസിക് നീഡ്. എന്ത് നീഡാണ്? ബേസിക് നീഡ്. അതാണ് ഫിസിയോളജിക്കൽ ഫസ്റ്റ് ഒരു നീഡിനകത്ത് ഉള്ളതാണ് എന്തെന്ന് പറയുന്നത്? എയർ. ഫുഡ് കഴിച്ചോ? വിശന്നിട്ടാണോ കഴിച്ചേ? വിശപ്പുണ്ടല്ലേ? അതെ, എല്ലാവർക്കും വിശപ്പുണ്ട്. അപ്പൊ വിശക്കുമ്പോ നമ്മൾ എന്താ? ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫുഡ് എന്തുവാടാ? നമ്മുടെ ബേസിക് നീഡാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീടുണ്ടോ കിടക്കാൻ? എല്ലാവരും വീട്ടിലാണോ? അതോ ഇവിടെ കോളേജിൽ തന്നെ എവിടെയെങ്കിലും ആണോ കിടക്കുന്നത്? വീട്ടിൽ പോകുന്നുണ്ടോ? ഹോസ്റ്റലിൽ പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. എല്ലാരും പോകുന്നില്ലേ? അപ്പൊ എന്താണോ? അതും ഒരു ബേസിക് നീഡാണ്. നിങ്ങൾക്ക് കിടക്കാനൊരു പാർപ്പിടം വേണ്ട മക്കളെ? വേണം. അതെന്താണ്? നമ്മുടെ ബേസിക് നീഡ്. അതായത് ഈ നീഡുകളെ കുറിച്ചൊക്കെയാണ് ആര് പറയുന്നത്? മാസ്ലോ ഫിസിയോളജിക്കൽ നീഡിനകത്ത് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ നീഡിനകത്ത് സംശയം ഉണ്ടോ? എന്താണ് അവിടെ സംസാരം? അപ്പൊ ഒന്നാമത്തെ നീഡ്. ഇനി അടുത്ത നീഡിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത എന്താ നോക്കിക്കേ? സേഫ്റ്റി നീഡ്. നിങ്ങൾ ആരെങ്കിലും വീട് കുത്തി തുടർന്ന് കള്ളം കേറുമ്പോ എന്താ? ആരെ കയറിയേ? ഫുഡ് കഴിക്കാൻ പോവോ? ഫുഡ് കഴിക്കാൻ പോകരുത് കേട്ടോ. അപ്പൊ കള്ളനൊക്കെ വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് എന്തൊരു സേഫ്റ്റി വേണ്ടേ? വീട്ടിലൊക്കെ സേഫ് വേണ്ടേ? അതേപോലെ നമുക്ക് എന്ത് വേണം? നമ്മുടെ എംപ്ലോയ്മെന്റിന് സേഫ് വേണം. നമുക്കിപ്പോ റേഷനൊക്കെ കിട്ടും, നമുക്ക് റേഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമാവുമോ? നമുക്കൊരു ജോലി വേണ്ടേ? ആ ജോലി ഒരു സ്ഥിരത ഉള്ളതാണ്.
മീൻസ് അതായത് നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു സ്ഥിരതയുള്ള ജോലി വേണോടാ നിനക്ക്? വേണല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താവണം? എന്താ പറ്റി? ഓക്കെ, അങ്ങനെയുള്ള എന്ത് വേണം നമുക്ക്? ഒരു ജോലിയൊക്കെ വേണ്ട. നിങ്ങൾക്ക് ആർക്കും ജോലി വേണ്ട? വേണ്ട, ജോലി വേണ്ട, എംപ്ലോയ്മെന്റ് വേണ്ട നിങ്ങൾക്ക്? എന്താണ് ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത? വേണോ? വേണം, എംപ്ലോയ്മെന്റ് വേണം. പിന്നെ എല്ലാവർക്കും ഹെൽത്ത് വേണ്ടേ? പ്രോപ്പർ ആയിട്ട് ജിമ്മിൽ പോകുന്നവരുണ്ടോ? പോയിരുന്നോ? വെരി ഗുഡ്. വേണ്ട, കണ്ടുപിടിക്കും. ഓ വെരി ഗുഡ്, അത് നന്ന കാര്യം. ഹോംവർക്ക്. അപ്പം ജിമ്മിലൊക്കെ പോകോട്ടോ. അപ്പൊ നമുക്ക് ഹെൽത്ത് എങ്ങനെ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നീഡ് എന്താ നോക്കിക്കണം മക്കളെ? സേഫ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ ചാൻസ് ഉണ്ടാവത്തില്ലേ? ഓക്കെ, നമുക്ക് ആരോടെങ്കിലും ഒരു ഇന്റിമസി തോന്നാം, അല്ലെങ്കിൽ എന്താ നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫാമിലിയിൽ എന്ത് ചെയ്യാം? ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നാം. ഇതൊക്കെ എന്താണടാ? എവിടെയാണോ വരുന്നത് ഇതൊക്കെ? അടുത്ത വീടിന്റെ പേരെന്താടാ? ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ലവ് ഓർ ബിലോങ്ങിങ്സ് എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ള എന്തുവാന്ന് നോക്കിക്കേടാ? എസ്റ്റീം നീഡ്. ഈ 3 നീഡ് മനസ്സിലായോ? 3 നീഡ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത എന്താണ്? എസ്റ്റീം നീഡ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒന്നാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്നതൊക്കെ ആവാൻ പറ്റി എന്നുള്ള ഒരു നീഡ്, അതായത് ഇന്നതാകണം എന്ന് നമ്മുടെ ഒരു ഡിസയർ ആണ് ഇവിടെ പറയുന്നത്. എസ്റ്റീം നീഡ്സിനകത്ത് പറയുന്നത്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുമ്പോ നമ്മളൊക്കെ കണ്ടിട്ട് സുഖല്ലേ സർ എന്നൊക്കെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? എവിടെ വരും എന്നൊക്കെ നമ്മളോട് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ? അപ്പൊ അതെന്താണ്? സെൽഫ് എസ്റ്റീം നീഡ് ആണ് അവിടെ പറഞ്ഞത്. അതെന്താ? സെൽഫ് എസ്റ്റീം ഉണ്ട്, റെസ്പെക്ട് ഉണ്ട്, പിന്നെ നമുക്ക് ഭയങ്കര റെക്കഗ്നേഷൻ. 4 പേരിങ്ങനെ നടക്കുന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കയറിച്ചിട്ടും എല്ലാവരും എഴുന്നേക്കുന്നു നിൽക്കുന്നു. വാ വണ്ടർഫുൾ അല്ലേ? നമുക്ക് തോന്നത്തില്ലേ? അപ്പൊ അതൊക്കെ എന്താണ്? നമ്മുടെ എസ്റ്റീം നീഡ് ആണ്. അവിടെ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. എവിടെയും കയറി